അതെ, അത് കാരണം അദ്ദേഹം ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാഗൽഭ്യവും അദ്ദേഹം എന്ത് തൊട്ടാലും അത് പൊന്നാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടലും രാഷ്ട്രീയ ഇടപെടലൊക്കെ വരുമ്പോൾ അതിൽ അസൂയക്കാരുണ്ടാവും. സ്വാഭാവികമായും അത്തരം ആളുകളെ ഇത്തരം രീതിയിലാണ് അവരെ ഇകഴ്ത്തി കാണിക്കാൻ സമൂഹത്തിൽ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം. പക്ഷേ അതൊരിക്കലും വില പോവില്ല. അദ്ദേഹം വലിയ രീതിയിൽ തന്നെ ഈ സമൂഹത്തിൽ തിരിച്ചു വരും. അദ്ദേഹത്തിൻ്റെ ഇതാരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ നമുക്കൊപ്പം ചേരുകയാണ്. പ്രചാരണത്തിന് വിവിധയിടങ്ങളിൽ പോകുന്നു. എങ്ങനെയുണ്ട് പൾസൊക്കെ? വലിയ ആവേശമാണ് എല്ലായിടങ്ങളിലും. ഇന്നലെ ഞാൻ മാനന്തവാടിയിലും അതുപോലെ കൽപ്പറ്റയിലും കൊടുവള്ളിയിലൊക്കെ പോയി. ഇന്ന് ഗുരുവായൂർ പോവുകയാണ്. അതിനിടയിലാണ് കൊടുവള്ളിയിലെ സ്ഥാനാർത്ഥി പി കെ ഫിറോസിൻ്റെ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്നതിനിടെ എത്തിയിട്ടുള്ളത്. എല്ലായിടങ്ങളിലും വലിയ ഓളമാണ്. UDF അനുകൂല തരംഗം എല്ലായിടങ്ങളിലും ഉണ്ട്. വലിയ പ്രതീക്ഷയിലാണ്. UDF വലിയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിൽ വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. രാഷ്ട്രീയം പറയുന്നതിനപ്പുറത്ത് തേജോവധം ചെയ്യുന്നു, വ്യക്തിഹത്യ നടത്തുന്നു എന്നുള്ള ഒരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഇലക്ഷനാണ്. ആ സമയത്ത് പല രീതിയിലും തേജോവധം ചെയ്യാൻ പലരും ശ്രമിക്കും. കാരണം ഒരു ജനാധിപത്യ രാജ്യമാണ്, നമ്മളൊന്നും വിമർശനത്തിന് അതീതമല്ല. പക്ഷേ ഇത്തരം മോശമായ പരാമർശങ്ങൾ ഒരു വ്യക്തിയെ, ഒരു നേതാവിനെ ഇത്രയധികം സമൂഹ മാധ്യമത്തിൽ വന്നുകൊണ്ട് തേജോവധം ചെയ്യുന്നത് അത് വളരെ മോശമായ ഒരു ഏർപ്പാടാണ്. അപ്പോൾ അത് ആരാണെങ്കിലും അതിനെതിരെ ശക്തമായ രീതിയിലുള്ള നിയമപോരാട്ടം നടത്തിക്കൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ ആരാണോ, പ്രതി ആരാണോ അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് പാർട്ടി പരാതി കൊടുത്തിട്ടുണ്ട്. കുടുംബം ഒപ്പം നിന്നുകൊണ്ട് അതിൻ്റെ കൂടെയുണ്ട്. കുടുംബവും പാർട്ടി ആലോചിച്ചാണ് ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിയമപരമായി അവരെ മുന്നിൽ കൊണ്ടുവന്നത് വരെയുള്ള ഒരു പോരാട്ടം ഞങ്ങൾ നടത്തും. ജനങ്ങളത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആശ്വാസം. കാരണം ഇത് മറ്റുള്ള പാർട്ടികൾ പോലും അതൊരു ആയുധമായി എടുത്തിട്ടില്ല. പക്ഷേ എന്നാലും തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തികച്ചും പല അജണ്ടകൾ പലരും അതിനെ പല രീതിയിലും മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതൊക്കെ ഈ ഒരു അവസരത്തിൽ അതങ്ങനെയും ഞങ്ങളത് കാണുകയാണ്. അത് ഞങ്ങൾ തള്ളിക്കളയുകയാണ്. അത്തരത്തിലുള്ളൊരു പോസ്റ്റ് അതിനെ അപലപിക്കുകയും അത് ഫേക്കാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ തേജോവധം ചെയ്യുന്ന ആളുകൾക്കെതിരെ നിയമപരമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുമായി പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. സാദിഖ് അലി തങ്ങൾക്കെതിരെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതെ, അത് കാരണം അദ്ദേഹം ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാഗൽഭ്യവും അദ്ദേഹം എന്ത് തൊട്ടാലും അത് പൊന്നാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടലും രാഷ്ട്രീയ ഇടപെടലൊക്കെ വരുമ്പോൾ അതിൽ അസൂയക്കാരുണ്ടാവും. സ്വാഭാവികമായും അത്തരം ആളുകളെ ഇത്തരം രീതിയിലാണ് അവരെ ഇകഴ്ത്തി കാണിക്കാൻ സമൂഹത്തിൽ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം. പക്ഷേ അതൊരിക്കലും വില പോവില്ല. അദ്ദേഹം വലിയ രീതിയിൽ തന്നെ ഈ സമൂഹത്തിൽ തിരിച്ചു വരും. അദ്ദേഹത്തിൻ്റെ ഇതാരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആക്ഷേപങ്ങളൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇതൊരു കുടുംബത്തോടും അതുപോലെ ഇത്തരം ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഇലക്ഷനൊക്കെ ഉള്ള അവസരത്തിൽ ആ രീതിയിലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാലും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിയമപരമായി മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളാണ് മുനവർ അലി തങ്ങൾ പങ്കുവച്ചത്. ഒപ്പം തന്നെ സാദിഖ് അലി തങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള അധിക്ഷേപവുമായി ബന്ധപ്പെട്ട നിലപാട് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. കോഴിക്കോട് നിന്ന് നിഖിലിനൊപ്പം സമീർ സിംഹമ്മദ്, മീഡിയ 1.